കാസർഗോഡ് വിദ്യാനഗറിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. മഹാരാഷ്ട്രയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന യാത്രക്കാരന് അപകടത്തിൽപ്പെട്ടത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാർ പരിപൂർണമായി കത്തി നശിച്ചു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കണ്ണൂരിൽ നേരത്തെ ഒരു അപകടം ഉണ്ടാവുകയും കാറിലുള്ള യാത്രക്കാർക്ക് ജീവൻ നഷ്ടമാകുന്നതുമൊക്കെ അത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഓടിക്കൊണ്ടിരുന്ന കാർ പലവിധ കാരണങ്ങളാൽ, പുതിയ കാറാണ് കണ്ണൂരിൽ അന്ന് അപകടത്തിൽപ്പെട്ടത്. എന്നാൽ പഴക്കം ചെന്ന കാറുകളിൽ ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു വാഹനം ഇതേ രീതിയിൽ കത്തുന്നത്? വാഹനം ഓടുന്ന സമയത്ത് ഇങ്ങനെ തീപിടിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഒരു വാഹനം ഉപയോഗിക്കുന്ന ആളെന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വാഹന ഉടമ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്ന് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളെ ഇപ്പോൾ വാഹനം ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പം വാഹനത്തിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത പല ആളുകളും വാഹനം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അറിയാത്ത ആളുകളിലേക്ക് കൂടി നിങ്ങൾ വീഡിയോ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുന്ന സമയത്തും യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ ആളുകളിൽ എത്തുകയും ഈ വിവരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ സാധിക്കുകയും അവർക്കൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ അപകട സാധ്യതകൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കാം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ മാറ്ററിലേക്ക് വരാം. ഒരു വാഹനത്തിന് തീപിടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഫ്യൂൽ ലീക്കിലൂടെയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഫ്യൂൽ ലീക്കുകൾ നിങ്ങളുടെ വാഹനത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. വാഹനത്തിന്റെ പഴക്കം കൂടുന്നതിനനുസരിച്ച് ഫ്യൂൽ ലീക്കുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഫ്യൂൽ ലൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ പൈപ്പുകൾ ടാങ്കിലേക്ക് ഫ്യൂൽ വരുന്ന വഴി, അതുപോലെ തന്നെ ടാങ്കിൽ നിന്ന് എഞ്ചിൻ റൂമിലേക്ക് വരുന്ന വാഹനത്തിനടിയിലൂടെ വരുന്ന മെറ്റൽ പൈപ്പുകൾ, ഇതൊക്കെ കുറെ കാലം കഴിയുന്ന സമയത്ത് റസ്റ്റ് വന്നിട്ട് അതിലൂടെയൊക്കെ ചെറിയ രീതിയിൽ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പഴക്കം ചെന്ന വണ്ടികൾ എപ്പോഴും ഈ ഓസുകളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി, ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ക്ലിപ്പുകൾ, ക്ലാമ്പുകൾ, കാര്യങ്ങളൊക്കെ റസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പൊ അത്തരം ക്ലിപ്പുകൾ, ക്ലാമ്പുകളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ മാറ്റി കൊടുക്കാം. അപ്പം ആ ജോയിന്റ് വഴിയുള്ള ലീക്കുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. വലിയ രീതിയിൽ ലീക്ക് നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിലും അതൊക്കെ കറക്റ്റായിട്ട് ഒരു റൊട്ടീൻ ചെക്കപ്പിലൂടെ നിങ്ങൾ കാലപ്പഴക്കം ചെന്ന വണ്ടികളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ ഫ്യൂൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള ഇന്ധനമായ പെട്രോള്, ഗ്യാസ് പോലെയുള്ള ഇന്ധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടാതെ പുതിയ വാഹനങ്ങൾക്കും അടുത്ത കാലത്തായിട്ട് ന്യൂസിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പെട്രോൾ വാഹനങ്ങളുടെ റബ്ബർ ഓസുകൾ ചെറിയ പിൻഹോൾ വന്നിട്ട് അതിലൂടെ ഫ്യൂൽ ലീക്ക് വരുന്ന ധാരാളം കേസുകൾ. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതറിയാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ റോഡിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പാർക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ വാഹനം കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം, അതിനുവേണ്ട റെമഡി എടുക്കുക. ഫയറിംഗ് സംഭവിക്കാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടാണ്. നിങ്ങൾക്കറിയാം, വാഹനത്തിന്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻസ് മാത്രമാണ് വയറിൽ കൂടെ വരുന്നത്. ബാറ്ററിയുടെ നെഗറ്റീവ് ഡയറക്റ്റ് ബോഡിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് വയർ എവിടെയെങ്കിലും ഒന്ന് ബോഡിയിൽ എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഷോർട്ട് സർക്യൂട്ട് ആവും, ഫയർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് വരാം എന്നാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ആക്സറീസ്. നമ്മളൊരു വാഹനം എടുത്തതിന് ശേഷം ആഫ്റ്റർ മാർക്കറ്റ് തേർഡ് പാർട്ടി ആക്സറീസ് ചെയ്യും. അത് ഇലക്ട്രിക്കൽ ആക്സറീസ് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാതിരിക്കുക പരമാവധി. ഇനി നിങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ പ്രൊഡക്റ്റിന്റെ ഗുണനിലവാരം നിങ്ങൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തുക. കാരണം അതിൽ ഉപയോഗിച്ച വയറിങ്ങളുടെ ഗേജുകളും അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പരമാവധി നിങ്ങൾ അത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. പരമാവധി നിങ്ങൾ ചെയ്യാതിരിക്കുക. അഥവാ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഇപ്പൊ നടന്നു വരുന്ന ഒരു ട്രെൻഡാണ് ഒരു ലോ വേരിയന്റ് വെഹിക്കിൾ എടുക്കുക. കമ്പനിയിൽ നിന്നും ലോ വേരിയന്റ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോ വേരിയന്റ് വാഹനം എടുക്കുക. അതിന്റെ ഹൈ വേരിയന്റ് ഒക്കെ ആകുമ്പോൾ നല്ല എക്സ്പെൻസ് നമുക്ക് വരും. അപ്പൊ നമ്മൾ ലോ വേരിയന്റ് നമ്മൾ എടുത്തതിന് ശേഷം ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് അതിന് വേണ്ട ആക്സറീസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും.
അപ്പൊ ഈ രീതിയിൽ ചെയ്താൽ കുറെ പ്രശ്നങ്ങൾ വേറെയും ഉണ്ട്. വാറണ്ടി കാര്യങ്ങളൊക്കെ റിജക്ട് ചെയ്യാൻ ഒക്കെ സാധ്യതകളുണ്ട്. ഇലക്ട്രിക്കൽ ആക്സറീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രധാനമായിട്ടും സൗണ്ട് സിസ്റ്റം, സബൂഫർ പോലെയുള്ള സൗണ്ട് സിസ്റ്റങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഒരു പവർ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ സബൂഫറിലേക്ക് വലിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ വയറിങ് വരും. പിന്നെ DRLകൾ, റിഫ്ലക്ടറുകൾ, ലൈറ്റുകളും ടെയിൽ ലൈറ്റിലും നമ്മൾ വരുത്തുന്ന മോഡിഫിക്കേഷനുകൾ, വാഹനത്തിനകത്ത് നമുക്ക് ആംബിയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ആംബിയന്റ് ലൈറ്റുകൾ, ഇതൊക്കെ വളരെ പ്രശ്നമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. മാക്സിമം നിങ്ങൾ ഒറിജിനൽ പ്രൊഡക്ട്സ് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആഫ്റ്റർ മാർക്കറ്റ് നിങ്ങൾ അഥവാ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തണം. ലോ ക്വാളിറ്റി ചൈന ആക്സറീസ് ഉണ്ടാവും. ചൈനയുടെ ആക്സറീസ് ഒക്കെ പറ്റ ലോക്കലാണ് എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അതിൽ തന്നെ ചൈനയുടെ ആക്സറീസ് തന്നെ വളരെ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അത് നമ്മളൊരു ചെറിയൊരു പൈസയുടെ ലാഭം മാത്രം നോക്കിയിട്ട് അത്തരം ചെറിയ പൈസക്ക് കിട്ടുന്ന വളരെ ക്വാളിറ്റി കുറഞ്ഞ പാർട്സുകൾ നമ്മൾ വാങ്ങി വെക്കരുത്. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെക്നീഷ്യൻ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ, അത് വളരെ കറക്റ്റായ രീതിയിലാണോ അത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം താൽക്കാലികമായിട്ട് ഈ ഒരു ലൈറ്റ് നിങ്ങൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. അത് ദൂരവ്യാപകമായിട്ട് വാഹനം ഓടുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാൻ ഇത് കാരണമാവും. കാരണം എന്താ വെച്ചാൽ ഇതിന് വരുന്ന ഇൻസുലേറ്ററുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ടാഗുകൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും, വയർ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും, ഇതിന്റെ കമ്പനി വരുന്ന വയർ കട്ട് ചെയ്തിട്ടാണ് ഇത് പുതിയ കണക്ഷൻ കൊടുക്കുന്നത് എങ്കിലും ഭാവിയിൽ വാഹനത്തിന്റെ വാറണ്ടി നഷ്ടപ്പെടാനും വണ്ടി ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് കത്തിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെക്നീഷ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം അത് ചെയ്യുന്നത് വളരെ കറക്റ്റായ രീതിയിലാണ് എന്ന് തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ അവരുടെ അടുത്ത് ഇതിന്റെ വയറിങ് കാര്യങ്ങൾ ഇതിലൂടെയാണ്, ഏത് വഴിയാണ് വന്നിട്ടുള്ളത് ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയണം. നിങ്ങളത് ചെക്ക് ചെയ്യണം. അത് കറക്റ്റായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ടോ, ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടോ, സ്ലീവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ചുമ്മാ ഇൻസുലേറ്റ് ചെയ്തിട്ടാൽ കുറച്ചു കാലം കഴിയുന്ന സമയത്ത്, ചൂടടിക്കുന്ന സമയത്ത്, എഞ്ചിൻ റൂമിലൊക്കെ ഉള്ള ചൂടടിക്കുന്ന സമയത്ത് ഇൻസുലേഷന്റെ ടാപ്പിന്റെ ഗമ്മിന്റെ പവർ നഷ്ടപ്പെടും. ആ സമയത്ത് അത് ലൂസായി പോവുകയും ബോഡിയിലൊക്കെ ഉരഞ്ഞിട്ട് ടച്ചായിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മൾ വാഹനം ഇത് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഇത് റെഡി ആയിരിക്കും. കുറെ കാലം കഴിയുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കുകയില്ല, ഇതേ രീതിയിൽ ഉരഞ്ഞിട്ട് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ കമ്പനി അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ഫ്യൂസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് ഇത് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫ്യൂസുകളോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും, ലോ ക്വാളിറ്റി വയറുകളാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും, കൂടാതെ അത് കറക്റ്റായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, ഭാവിയിൽ നിങ്ങൾ അറിയാതെ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കാതെ, നിങ്ങൾ ഒരിക്കലും ഇത് അറിയില്ല, ഇൻ ഫ്യൂച്ചറിൽ ഈ ഭാഗത്ത് ഉരഞ്ഞുരഞ്ഞ് ബോഡിയിൽ ടച്ചായിട്ട് ഷോർട്ട് സർക്യൂട്ട് ആവും, ഫയർ ആവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്തൊരു അഡീഷണൽ ആക്സറീസ് നിങ്ങൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിലും അതൊരു ഫ്യൂസ് മുഖാന്തരം മാത്രമേ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. കമ്പനി വരുന്ന സമയത്ത് എല്ലാ പ്രൊഡക്റ്റിനും സെപ്പറേറ്റ് ഫ്യൂസുകൾ ഉണ്ടാവും. ലൈനിൽ വരുന്ന ഓവർലോഡോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ ഫ്യൂസ് ബേൺ ആയി പോവുക ചെയ്യാം, വേറെ ഒന്നും സംഭവിക്കൂല. പക്ഷെ നിങ്ങൾ അഡീഷണൽ ആക്സറീസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഫ്യൂസ് ഇതിന് ഇടയിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ യൂണിറ്റിൽ എന്തെങ്കിലും അഡീഷണൽ ലോഡ് വന്നിട്ടുണ്ടെങ്കിലും ഫ്യൂസ് പോകാനുണ്ടാവില്ല, ഡയറക്റ്റ് കത്തിപ്പോവുക ചെയ്യാം, ഷോർട്ട് സർക്യൂട്ട് ആവുക ചെയ്യാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഇതിൽ തന്നെ ബാറ്ററിക്ക് ഉണ്ടാവുന്ന ക്ലാമ്പുകൾ ഉണ്ടല്ലോ, ബാറ്ററിയുടെ കണക്ഷൻ വരുന്ന ലൂസ് കോണ്ടാക്റ്റുകൾ കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവിടെ ലൂസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ചില വാഹനത്തിനൊക്കെ ബാറ്ററികൾ കാണാം, ടെർമിനലൊക്കെ ചില സ്ക്രൂ ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചായിരിക്കും, ഇളകി കളിയും. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും വാഹനത്തിന്റെ ബാറ്ററി ക്ലാമ്പുകൾ കാര്യങ്ങൾ കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത് എങ്കിൽ അത് ക്ലാമ്പുകൾ നിങ്ങൾ കറക്റ്റ് ഫിറ്റ് ചെയ്യുക. കറക്റ്റ് ക്ലാമ്പുകൾ വാങ്ങിയിട്ട് അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അത് ടൈറ്റ് ആയിട്ട് ഇരിക്കണം. അവിടെ ഒരിക്കലും ലൂസ് കോണ്ടാക്ട് ഉണ്ടാവാൻ പാടില്ല. അത് ഫയറിങ് ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ടുള്ളൊരു പ്രോബ്ലമാണ്, വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഫാൻ സ്റ്റക്കായി പോവുക. അതിനുള്ളിൽ വൈൻഡിങ്ങുകളൊക്കെ കത്തിപ്പോയിട്ട് സർക്യൂട്ട് വന്നിട്ട് വൈൻഡിങ്ങുകൾ കത്തുക, അതിൽ നിന്ന് ഫാനിൻ്റെ ഉള്ളിൽ നിന്ന് തീ കത്തിപ്പിടിക്കാനുള്ള ഒരു സാധ്യത. അത് വളരെ വിരളമായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്. കൂടാതെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആകുന്ന സമയത്ത് എഞ്ചിന് മുകളിലൂടെ പോകുന്ന വയറിങ്ങൾ, ഇൻസുലേറ്ററൊക്കെ ഉരുകി പോയിട്ട് അവിടെ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചിട്ട് ഫയറിങ് നടക്കാം. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അടുത്തൊരു കാര്യമാണ്, എന്തെങ്കിലും ഓയിൽ ലീക്കുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എഞ്ചിൻ ടോപ്പ് ഭാഗത്ത് എന്തെങ്കിലും വാൽവ് കവറിന്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഓയിൽ ലീക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഓയിൽ
എക്സോസ്റ്റ് മാനിഫോൾഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എക്സോസ്റ്റ് മാനിഫോൾഡ് അത്രയും ചൂടായി നിൽക്കുന്ന ഭാഗത്താണ്. അപ്പോൾ അവിടെ ഒരു ഓയിൽ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഓയിലിനെ കത്തിക്കാനുള്ള ചൂട് അതിനുണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് ഫയർ പിടിക്കാനുള്ള സാധ്യത അതിനുണ്ട്. എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത്രയും ഹീറ്റുള്ളൊരു ഭാഗമാണ്. എഞ്ചിൻ്റെ ഫയറിങ് കഴിഞ്ഞിട്ട് എക്സോസ്റ്റ് ഗ്യാസ് പുറന്തള്ളുന്ന ഒരു ഭാഗമാണ്. എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് അയച്ചാൽ അവിടെ നിന്ന് തീ പറക്കുന്നത് കാണാം, ഫയറിങ് തന്നെ വരുന്നത് കാണാം. അപ്പോൾ ആ ഭാഗത്തേക്ക് ഓയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ കത്തും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഓയിൽ ലീക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫയറിങ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ വളരെ വിരളമാണ്. എന്തെങ്കിലും എഞ്ചിൻ റൂമിൽ നിന്നുള്ള സ്മെല്ലോ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വാഹനം നിർത്തുക, എന്താന്നുള്ള കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ക്ലോത്തുകൾ നമ്മൾ ചിലപ്പോൾ വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച കോട്ടൺ ക്ലോത്തോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാലുണ്ടാവും ചില സമയത്ത് കോട്ടൺ വേസ്റ്റുകളൊക്കെ അവർ വെച്ചിട്ട് മറന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്ലോത്തുകളൊക്കെ എഞ്ചിൻ റൂമിനകത്തുണ്ട് ഉണ്ടെങ്കിൽ വാഹനം ഓടുന്ന സമയത്ത് എഞ്ചിൻ ചൂടായിട്ട് ഇതിന് തീ പിടിക്കുകയും അതിനുശേഷം കത്തിപ്പോവുകയും ചെയ്യും. ഈ രീതിയിൽ കത്തിയ 2 വണ്ടി എൻ്റെ അനുഭവത്തിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെങ്കിലും വർക്കിനൊക്കെ എവിടെയും കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വാഷിങ്ങിന് കൊടുക്കുകയാണെങ്കിലോ തീർച്ചയായും അതിനുശേഷം നിങ്ങൾ എഞ്ചിൻ റൂം തുറന്നതിന് ശേഷം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള തുണികളോ ക്ലോത്തുകളോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യണം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിമൂവ് ചെയ്യണം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വാഹനത്തിനകത്ത് നമ്മൾ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും കൊണ്ടുപോകാതിരിക്കുക. പെട്രോൾ കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോവുക, അതുപോലെ തന്നെ ലൈറ്റർ, മാജിക് ബോക്സ്, പിന്നെ അതുപോലെ സാനിറ്റൈസർ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വണ്ടിക്കകത്ത് വെക്കാതിരിക്കുക. നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ടൊക്കെ വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓവറായിട്ട് ചൂടാകുന്ന സമയത്ത് ഇതിന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ലൈറ്ററൊക്കെ നിങ്ങൾക്ക് അറിയാം, കുറച്ചു നേരം ചൂട് പറ്റിക്കഴിഞ്ഞാൽ ഈ ലൈറ്റർ അതിൻ്റെ കേസ് ഉരുകിയിട്ട് ഗ്യാസ് ലീക്കാവും. ആ സമയത്തൊക്കെ അവിടെ വണ്ടി ഫയറിങ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീ പിടിക്കുന്ന സാധനങ്ങളായിട്ടുള്ള ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാഹനത്തിനകത്ത് വെച്ച് പോകരുത്. ഇനി ഇത്തരം അപകടങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇത്തരം ഫയറിങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മുൻകരുതലുകൾ നമുക്ക് എടുക്കാമെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വാഹനത്തിന്റെ സർവീസ് റൂട്ടീനായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യുക. സർവീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് കൊടുക്കുന്ന ഒരു ടെക്നീഷ്യൻ, അത് വിശ്വാസയോഗ്യമായ ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് കൊടുക്കുക. നിങ്ങൾ കമ്പനിയിൽ നിന്ന് തന്നെ സർവീസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എവിടെ നിന്ന് സർവീസ് ചെയ്താലും വിശ്വാസയോഗ്യമായ ഒരാളെടുത്ത്, എക്സ്പീരിയൻസ് ഉള്ള ഒരാളെടുത്ത് കൊടുക്കുക. കമ്പനി സർവീസ്, ഓതറൈസ്ഡ് സർവീസ് സെന്റർ കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഫ്യൂൽ ലൈനുകൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയാം. എവിടെയെങ്കിലും ഓൾസുകളോ കാര്യങ്ങളോ, ഇനി ഫ്യൂൽ ലൈനും അല്ല മെറ്റൽ പൈപ്പുകൾക്ക് എന്തെങ്കിലും ഡാമേജോ റെസ്റ്റോ, കൂടാതെ അതിന്റെ ക്ലാമ്പുകൾ വല്ല ലൂസോ, ക്ലാമ്പുകൾക്ക് റെസ്റ്റോ, അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് പറയാം. കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം വയറിങ്ങൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയാം. അതിന്റെ ഇൻസുലേറ്ററുകളോ കാര്യങ്ങളോ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും ബോഡിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരയുന്നുണ്ടോ, വയറിങ്ങൾ ഒരയുന്നുണ്ടോ, ഇൻസുലേറ്ററുകൾ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് നിങ്ങളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് തന്നെ ഇത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇടക്കിടക്കൊന്ന് എഞ്ചിൻ റൂമൊക്കെ തുറന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ കാണുന്ന ഭാഗത്തുള്ള വയറിങ്ങുകളിലോ കാര്യങ്ങളോ എവിടെയെങ്കിലും ഹാങ് ആയിട്ട് കിടക്കുന്നുണ്ടോ, ബോഡിയിൽ എവിടെയെങ്കിലും ടച്ച് ആയിട്ട് കിടക്കുന്നുണ്ടോ, അതിന്റെ ടാഗൊക്കെ വിട്ടുപോയതുണ്ടോ, ഇനി ഉറഞ്ഞിട്ട് എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആവുന്നുണ്ടോ, ഇൻസുലേറ്റർ പോയതുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറുമായിട്ട് വണ്ടിക്കകത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ പരിഗണിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ വാഹനത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലും അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഓതറൈസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പേർട്സിനെ കൊണ്ട് തന്നെ ചെയ്യുക. പറ്റ ലോക്കൽ സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ വാഹനത്തിനകത്ത് പെട്രോള്, അതുപോലെ മാജിക് ബോക്സ്, ലൈറ്റർ, അതുപോലെയുള്ള സാനിറ്റൈസർ പോലെയുള്ള ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള കത്താൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റുകൾ നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുക, അല്ലെങ്കിൽ വാഹനത്തിൽ സൂക്ഷിക്കാതിരിക്കുക. കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് ഒരു വാഹനം കത്തിയിട്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വാഹനത്തിന് തീ പിടിച്ച സമയത്ത് തന്നെ വാഹനം ഒരു റോഡിന്റെ സൈഡ് ചേർത്ത് നിർത്തി. സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ വാഹനത്തിന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അതിന് വാഹനത്തിന് കത്തി പിടിച്ച സമയത്ത് ഉള്ളിൽ കിടന്ന് കത്തിപ്പോയി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു സീറ്റ് ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെങ്കിലും സീറ്റ് ബെൽറ്റിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ, ഇതുപോലെ ലോക്കിങ്ങിനോ അൺലോക്കിങ്ങിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് നമുക്ക് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. നമ്മളെ ജീവൻ വരെ ഭീഷണിയായി പോകും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, ഒരു ഫൈൻ കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമല്ല
സീറ്റ് ബെൽറ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സീറ്റ് ബെൽറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറയാം. നമ്മളിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഈ പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മളെ സ്റ്റെയറിംഗ് വീല് നമ്മളെ ചെസ്റ്റ് ഇടിക്കുകയും കൂടാതെ ഗ്ലാസ്സിൽ പോയിട്ട് തല അടിക്കുകയൊക്കെ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന നമുക്കുള്ള ഇഞ്ചുറികൾ, മേജർ ഇഞ്ചുറികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സീറ്റ് ബെൽറ്റ്. പെട്ടെന്ന് ഈ സീറ്റ് ബെൽറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ലോക്കായി പോകും. കണ്ടോ, നമ്മളെ ഇവിടെ തടഞ്ഞു നിർത്തും, മുന്നോട്ട് പോകില്ല. ഇതാണ് സീറ്റ് ബെൽറ്റിന്റെ ഫംഗ്ഷൻ. അപ്പോൾ മേജർ ഇഞ്ചുറിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സീറ്റ് ബെൽറ്റ്. അപ്പോൾ അത് ഫൈൻ കിട്ടാതിരിക്കാനുള്ള ഒരു ഉപകരണമായി മാത്രം നിങ്ങൾ കാണരുത്. സീറ്റ് ബെൽറ്റിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ യഥാസമയത്ത് അത് പരിഹരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളിലേക്ക് അത് നയിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കുകളും വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് കൂടി എത്താൻ വേണ്ടി സഹായകരമാവും. അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തേണ്ടതായിട്ടുണ്ട്. ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അത് അറിയിക്കുക. അത് മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു ഉപകാരപ്രദമാവും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.